ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം. ഇതെന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ട്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്ന നമ്മുടെ ഫസ്റ്റ് ഫൗണ്ടൻ പെന്നായിരിക്കും ഇത്. ഹീറോ പെൻ എന്ന് പറയും. കറക്റ്റാണ്, ഇത് ഹീറോ പെന്നാണ്. കണ്ടോ, ഹീറോ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു ചൈനീസ് മെയ്ഡ് ഇൻ ചൈന, ഒരു ചീപ്പ് പെന്നാണ്. ഇതിന് വേറെ ഒരു 100 രൂപയുടെ താഴെ വിലയുള്ളൂ. ഇതിലും ചീപ്പായിട്ടാണ് നമ്മൾ പണ്ട് ഇത് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. സ്കൂൾ ടൈമിലൊക്കെ 15-20 രൂപയ്ക്കൊക്കെ നമ്മളിത് വാങ്ങിയ കാലമുണ്ട്. അത് വാങ്ങിച്ചിട്ട് അതിൽ ക്യാമലിൻ്റെ ഇങ്ക് നിറച്ച് നമ്മൾ എഴുതിയത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഫൗണ്ടൻ പെൻ എന്ന് പറയുമ്പോൾ അതൊരു വികാരമാണ് എല്ലാവർക്കും. നമ്മുടെ പഴയ കുട്ടിക്കാലത്തിൻ്റെയൊക്കെ ഒരു ഓർമ്മ നമുക്ക് വരും. അപ്പോൾ നമുക്കൊരു ഫൗണ്ടൻ പെന്നിൻ്റെ ഒരു റിവ്യൂ ചെയ്തോളായിരുന്നു. ഈ പേന നമ്മളെല്ലാവരും അറിയാവുന്നൊരു പേനയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ പഴയ ഒരു കാലം ഓർമ്മ വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇതിൽ കൂടുതലായിട്ട് നമുക്ക് പുതിയൊരു പേനയും കൂടി പരിചയപ്പെടാം. ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാം പേനയെപ്പറ്റി. നമ്മുടെ സാധാരണ ബോൾ പോയിൻ്റ് പെന്നിന് ഇതിനെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കറിയാം. ഇതിൽ നമുക്ക് എത്ര വട്ടം വേണേലും റീഫിൽ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതുപോലെ ഒരു കുപ്പി ഇങ്ക് നമുക്കുണ്ടെങ്കിൽ നമുക്ക് സുന്ദരമായിട്ട് 1-2 കൊല്ലം ഈ പേന നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത വേറെ ബോൾ പേനയിൽ നിന്നുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ബോൾ പേന എഴുതുമ്പോൾ നമ്മൾ കുറച്ചധികം പ്രഷർ കൊടുക്കണം. ഇതങ്ങനെയല്ല, വളരെ സ്മൂത്താണ്. നമുക്ക് വളരെ ഫ്ലുവൻ്റായിട്ട് ഇതിൽ എഴുതാൻ പറ്റും. ഓക്കെ, വളരെ കുറച്ച് പ്രഷർ കൊടുത്താൽ മതി. നമുക്ക് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് ഇതിൽ കിട്ടും. പിന്നെ ബോൾ പേന പിടിക്കുന്ന പോലെ ഇങ്ങനെ ഏത് ഡയറക്ഷനിൽ പിടിക്കാൻ പറ്റില്ല. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പിടിക്കണം, ആണ് അതിൻ്റെ പ്രത്യേകത. പക്ഷെ നമുക്ക് ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഇതിൽ ഞാനൊരു പെലിക്കൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പെലിക്കൺ 4001 എന്ന് പറയുന്ന ഒരു തരം ഇങ്കാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ബ്ലൂ ബ്ലാക്ക് ഇങ്കാണ്. കറുപ്പും നീലയും നിറമുള്ള ഒരു ഇങ്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്കിവിടെ കാണാം, ഇത് ഞാൻ ആദ്യം എഴുതിയപ്പോൾ നീലയായിരുന്നു. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആയി, ബ്ലാക്കായി. ഇതൊരു ജർമ്മൻ ഇങ്കാണ്. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ഇങ്കാണ്. അയൺ ഗാളിങ്ക് എന്ന് പറയും. നമ്മുടെ പണ്ട് മുതൽ ഉള്ളൊരു ഫോർമുലേഷനാണ് അത്, അയൺ ഗാളിങ്ക്. അത് എഴുതി കഴിയുമ്പോൾ പെർമനൻ്റ് ഇങ്കായി മാറും. അപ്പോൾ പണ്ട് നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നമാണ് വെള്ളം വീടുമ്പോൾ പടർന്നു പോണ ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സിലൊന്നും പേന വെച്ച് എഴുതാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇങ്കൊക്കെ ഇപ്പോൾ മേടിക്കാൻ കിട്ടും. ഇത് മെയ്ഡ് ഇൻ ജപ്പാൻ പൈലറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. പൈലറ്റിൻ്റെ ജെൽ പേനയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ പൈലറ്റ് ബ്രാൻഡിൻ്റെ 30 ml വരുന്ന ഒരു ഇങ്കാണിത്. ഇതും നല്ല വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇങ്കാണ്. മെയ്ഡ് ഇൻ ജപ്പാനാണ്, ഇമ്പോർട്ടഡ് ഇങ്കാണിത്. കണ്ടോ, ഇത് ബ്ലൂ ഇങ്കാണ്. അപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ എഴുതുമ്പോൾ നമുക്കുള്ള ഒരു ഓഫീസ്, അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് അതൊക്കെ എഴുതുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നമാണ് വെള്ളം വീണ് കഴിഞ്ഞാൽ പടർന്നു പോകുമെന്നുള്ളത്. അപ്പോൾ ഈ ഇങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാണാം, മെയ്ഡ് ഇൻ ജപ്പാൻ. 400 രൂപ 450 രൂപയാണ് ഈ മഷിയുടെ വില. ഇതുണ്ടെങ്കിൽ നമുക്കൊരു 2 കൊല്ലമൊക്കെ സുഖമായിട്ട് 2-3 കൊല്ലം സുഖമായിട്ട് എഴുതാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. അപ്പോൾ ഈ മഷി നിറച്ച ഒരു പേനയും കൂടി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ഈ പേന നമുക്കറിയാം, പണ്ടത്തെ നമ്മുടെ ഓർമ്മ പുതുക്കൽ പോലെ നമുക്കിതൊന്ന് തുറന്നു നോക്കാം, ഇതിനകത്ത് എന്താ ഉള്ളത്. ഇത് തുറന്നു കഴിയുമ്പോൾ ഇൻബിൽട്ടായിട്ടുള്ള ഇങ്ക് ഫില്ലിംഗ് മെക്കാനിസമാണ് ഇതിനകത്തുള്ളത്. ഇത് ജസ്റ്റ് ഇതിൻ്റെ അകത്തൊരു റബ്ബറിൻ്റെ ഒരു ഇതുണ്ടോ, നമുക്കറിയാവുന്ന പോലെ ഒരു റബ്ബറിൻ്റെ ഒരു കാട്രിഡ്ജാണ് അകത്തുള്ളത്. സ്ക്വീസ് കാട്രിഡ്ജ് എന്ന് പറയും. നേരെ മഷിയിലേക്ക് മുക്കി പിടിച്ചിട്ട് സ്ക്വീസ് ചെയ്താൽ മതിയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് മഷി നിറയും. അങ്ങനെയാണ്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഓൾറെഡി മഷി നിറച്ചിട്ടുണ്ട്. അതൊരു ജർമ്മൻ ബ്രാൻഡിൻ്റെ ഇങ്കാണ്, ഞാൻ പറഞ്ഞ പോലെ പെലിക്കൺ 4001. 100 വർഷത്തിലേറെ പാരമ്പര്യമുള്ളൊരു ഇങ്കും കൂടിയാണത്. ഫോർമുലേറ്റഡ് ഇൻ ജർമ്മനി. ആ ഇങ്കാണ് നമ്മൾ എഴുതിയത്. ഇതൊരു ബ്ലൂ ബ്ലാക്ക് ഇങ്കാണ്. ഈ കാണുന്നത് ബ്ലൂ ഇങ്കാണ്.
നമ്മൾ ഓരോ വട്ടവും പേനയിലും മഷി നിറയ്ക്കുമ്പോൾ പല ഇങ്കിനും പല ക്യാരക്ടറാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേന നന്നായിട്ട് ഫ്ലഷ് ചെയ്യണം. വെറുതെ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളത് ഫുള്ള് ക്ലീൻ ചെയ്യണം. പേന മഷി ഫുള്ള് ഞെക്കി കളഞ്ഞിട്ട് ഇത് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ മഷി പോകും. എന്നിട്ട് നേരെ നമ്മൾ വെള്ളത്തിൽ ഞെക്കി ചെയ്ത് വെള്ളം ഫില്ല് ചെയ്യുക, വെള്ളം കളയുക. അങ്ങനെ പലവട്ടം ചെയ്ത് കഴിയുമ്പോൾ പേന ക്ലീൻ ആവും. പിന്നെ അത് ഒരു ടിഷ്യൂ പേപ്പറിൽ നിബ്ബ് മുക്കി വെച്ച് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് പുതിയ മഷി നിറയ്ക്കാം. കാര്യം പല ഇങ്കും പല ഫോർമുലേഷനാണ്. അതുകൊണ്ടാണ് അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് മഷി നിറയ്ക്കണമെന്ന് പറയുന്നത്. നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന മഷി എന്ന് പറഞ്ഞാൽ വാട്ടർ സോല്യൂബിൾ ഇങ്കാണ്. അതൊരു ഡൈ ബേസ്ഡ് ഇങ്കാണ്, വാട്ടർ സോല്യൂബിൾ ഡൈ ആണ്. അത് ജസ്റ്റ് ഒരു കളർ വരും, ഡൈ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ അതിന് 10-30 രൂപയൊക്കെ ഉള്ളൂ ഇപ്പോൾ. പണ്ട് 10 രൂപയായിരുന്നു, ഇപ്പോൾ 30 രൂപയോ ആ റേഞ്ചിലാണ് നമുക്ക് ആ മഷി കിട്ടുന്നത്. പക്ഷേ ഈ മഷി എന്ന് പറഞ്ഞാൽ ഇത് പിഗ്മെൻറ്റഡ് ഇങ്കാണ്. പിഗ്മെൻറ്റഡ് ഇങ്ക് എന്ന് പറഞ്ഞാൽ നീല നിറമുള്ള മഷിയാണ് ഇത്, കണ്ടോ. അപ്പോൾ ഇത് ഒരു സോൾവെൻറ്റിൽ നാനോ പാർട്ടിക്കിൾസ് പോലെ ചെറിയ പാർട്ടിക്കിൾസാക്കി മാറ്റിയ പിഗ്മെൻറ്റ് പാർട്ടിക്കിൾസിനെ അവർ ഗ്രൈൻഡ് ചെയ്ത് എന്നിട്ട് സ്യൂട്ടബിൾ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത് പിന്നെ അതിൻ്റെ വിസ്കോസിറ്റി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വേറെ അഡിറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് മേക്ക് ചെയ്തേക്കണ ഇങ്കാണ്. അപ്പോൾ നമ്മൾ ഈ ഇങ്ക് യൂസ് ചെയ്യുമ്പോൾ പഴയ ഇങ്ക് പോലെയല്ല, ഇത് പെർമനൻറ്റ് ഇങ്കാണ്. ഇപ്പോൾ എവിടെയെങ്കിലും പറ്റിയാൽ അത് കറ പോലെ പിടിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ അടുത്ത പേന എടുക്കുമ്പോൾ അത് കാണിച്ചു തരാം. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സ്മൂത്തായിട്ടുള്ള ഇങ്കാണ്. വളരെ ഫൈനായിട്ടുള്ള നിബിലും നല്ല രീതിയിൽ ഫ്ലോ കിട്ടുന്ന ഒരു ക്യാരക്ടറുള്ള ഇങ്കാണ് വയലറ്റിൻ്റെ ഇങ്ക്. ഇതെല്ലാവർക്കും ഡെയിലി യൂസിന്, ഓഫീസ് യൂസിന്, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എഴുതാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ മഷിയുടെ വേറൊരു റിവ്യൂ നമുക്ക് ഇത് കഴിയുമ്പോൾ ചെയ്യാം. അപ്പോൾ നമ്മൾ പേനയുടെ കാര്യമല്ലേ, അപ്പോൾ നമുക്ക് ഒരു പേന നമുക്ക് നോക്കാം. അപ്പോൾ വേൾഡ് വൈഡ് നമ്മൾ യൂസ് ചെയ്യണ ഒരു പേനയാണ് എല്ലാവരും. നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും ഒന്നും അത് ഇത്ര ഫേമസ് അല്ല. പുറത്ത് ഫൗണ്ടൻ പെൻ എന്തൂസിയാസ്റ്റുകൾക്കും അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ പുറത്ത് ഉള്ള സ്ഥലങ്ങളിലെല്ലാം യൂറോപ്പിലും എല്ലാവരും യൂസ് ചെയ്യണ ഒരു പേനയാണ് ലാമി സഫാരി എന്ന് പറയുന്ന പേന. അതിൻ്റെ ഒരു ചീപ്പ് കോപ്പി വെർഷനാണ് ഈ പേന. ഇതൊരു ചൈനീസ് പേനയാണ്. ജിൻഹാവ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ബ്രാൻഡിൻ്റെ ഒരു പേനയാണ്. അത് മറ്റേതിൻ്റെ കോപ്പിയാണ്, ജർമ്മൻ പേനയുടെ കോപ്പിയാണിത്. ആ പേനയ്ക്ക് 3000-ഓളം രൂപ വില വരും. ഇതിന് 300 രൂപയുടെ താഴെ വിലയുള്ളൂ. 10-1 വില മാത്രമേ ഉള്ളൂ. ഒരു ചീപ്പ് ചൈനീസ് പെന്നാണിത്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ജിൻഹാവ് എന്ന് പറയുന്ന ബ്രാൻഡിങ് ഇവിടെ കാണാം. അപ്പം ഞാനിത് ഓൾറെഡി ഈ പൈലറ്റിൻ്റെ ഇങ്ക് ഇതിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ വേറൊരു ടൈപ്പ് മെക്കാനിസമാണ് ഉള്ളത്. ഇതിൽ ഇങ്ക് ചെയ്യണത് ഇതിനകത്ത് ഇങ്ക് ഫില്ല് ചെയ്യണത് ഒരു വേറെ മെക്കാനിസമാണ്. അത് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ മഷി അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഈ പേനയൊന്ന് കാണാം. ഇതാണ് പേന. ജിൻഹാവ് 599 എന്നാണ് ഈ പേനയുടെ പേര്. ഇവിടെ നമുക്ക് ജിൻഹാവ് എന്ന് പറയുന്ന ബ്രാൻഡിങ് കാണാം. ഇവിടെ ഒരു ഇങ്ക് വിൻഡോയാണിത്. ഇതിൽ എത്ര മഷിയുടെ ലെവൽ എത്രയുണ്ടെന്ന് നമുക്ക് ഇതിൽ കൂടി കാണാൻ പറ്റും. അതുപോലെ നല്ല ഒരു ക്ലിപ്പ് നമുക്ക് കിട്ടും. നല്ല സോളിഡായിട്ടുള്ള ക്ലിപ്പാണ്, നല്ല ഫങ്ഷനിലാണ്. ഇതാണ് പേന. ഇതൊരു ഇഞ്ചക്ഷൻ മോൾഡ് പ്ലാസ്റ്റിക്കാണ്. ഇഞ്ചക്ഷൻ മോൾഡിൻ്റെ നമുക്കിവിടെ കാണാം. ഇഞ്ചക്ഷൻ മോൾഡ് ചെയ്തതിൻ്റെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പേനയാണ്. നമ്മൾ കൊടുക്കുന്ന വിലയ്ക്കുള്ള മുതലുണ്ട് ഇത്. നമുക്കിത് ആദ്യമൊക്കെ പേന മേടിക്കണവർക്ക് ഇത് ഞാൻ പ്രിഫർ ചെയ്യണത് കൊള്ളാവുന്ന ഒരു പേനയാണ്. കണ്ടോ, ഇതിൽ പൈലറ്റിൻ്റെ ഇങ്കാണ് ഞാൻ നിറച്ചത്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് പേന. അപ്പോൾ ഇതവരുടെ റീഫില്ല് ചെയ്യാനുള്ള സിസ്റ്റമാണ് പേനയുടെ. അപ്പോൾ ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു പിസ്റ്റൺ ഉണ്ട്. അത് താഴേക്കും മുകളിലേക്കും പോകും. ഇത് ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ അത് താഴേക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ അത് മുകളിലേക്കും പോകും. ഈ പിസ്റ്റൺ നമ്മുടെ സിറിഞ്ചിൻ്റെ പിസ്റ്റൺ പോലെയാണ് ഇത് വർക്ക് ചെയ്യണത്. നമ്മൾ പേനയുടെ നിബ് ഫീഡും ഇത്രയും ഭാഗം മഷിയിലേക്ക് മുക്കി പിടിക്കുക. ഇത് തിരിച്ചിട്ട് പിസ്റ്റൺ മുകളിലേക്ക് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് മഷി വന്ന് നിറയും. കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഇത്രയും മഷിയുണ്ട്. ഇത്രയും മഷി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഓറിങ് അവർ കൊടുത്തിട്ടുണ്ട്. റബ്ബറിൻ്റെ ഒരു ഓറിങ് ആണ് അത്. ഇവിടെ നിന്ന് മഷി ലീക്കായാലും പുറത്തേക്ക് മഷി വരാതിരിക്കാനായിരിക്കും. അങ്ങനെ വരത്തില്ല. ഇങ്ക് വിൻഡോ ഉണ്ട്, അപ്പോൾ അതിനകത്തുകൂടി ലീക്കായി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ വരത്തില്ല. ക്വാളിറ്റിയുള്ള പേനയാണ്. അപ്പോൾ ഈ പേനയിലുള്ളത് ഫൈൻ നിപ്പാണ്.
5 നിബ് എന്ന് പറഞ്ഞാൽ 0.5 മില്ലിമീറ്ററിന് താഴെയായിരിക്കും അതിൻ്റെ തിക്നെസ്. നമുക്ക് ഇത് വെച്ച് എഴുതി നോക്കാം. ഇത് ജിൻഹവ് 599 എന്ന് പറയുന്ന ഒരു പേനയാണ്. ആമസോണിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഇതിനകത്ത് നിറച്ചിരിക്കുന്നത് വയലറ്റ് ബ്ലൂ ഇങ്കാണ്. ഇതൊരു വാട്ടർ റെസിസ്റ്റൻ്റ് ഇങ്കാണ്. നല്ല ബ്യൂട്ടിഫുൾ കളറാണ്. അപ്പോൾ പേന ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ റിവ്യൂസും കൂടുതൽ വീഡിയോസും നമുക്ക് പുറകെ ചെയ്യാം. നമുക്ക് അടുത്തതായിട്ട് ഈ ഇങ്കിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കമ്പാരിസൺ വീഡിയോ ചെയ്യാം. പെലിക്കൻ്റെ ഇങ്കോട്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രോത്സാഹനമായി മാറും. ഓക്കെ, ബൈ.